കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിനിടെ വൈസ് ചാൻസലർ ഡോക്ടർ M.K. ജയരാജനെ UDF പ്രതിനിധികൾ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണം. UDF പ്രതിനിധികൾ സെനറ്റ് ഹാളിൽ VC-യുടെ ഡയസിൽ കയറി. സംഭവത്തിൽ കാലിക്കറ്റ് സർവകലാശാല ജീവനക്കാർ പ്രതിഷേധിച്ചു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ VC തയ്യാറായില്ല എന്ന് UDF പ്രതിനിധികൾ ആരോപിക്കുന്നു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത പ്രതിനിധികളെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ SFI അനുവദിച്ചില്ല. പത്മശ്രീ ജേതാവായ ബാലൻ പൂതേരിയെ ഉൾപ്പെടെ 6 പേരെ പ്രവർത്തകർ തടഞ്ഞു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു SFIയുടെ പ്രതിഷേധം. പോലീസ് ബലം പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകർ സെനറ്റ് യോഗം തീരും വരെ പ്രതിഷേധം തുടർന്നു. SFI പ്രവർത്തകരെ പോലീസ് സഹായിച്ചു എന്ന് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ആരോപിച്ചു. ഞങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സെനറ്റ് മെമ്പർമാരാണ്. അപ്പോൾ ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു റൈറ്റാണ്. അപ്പോൾ അത് വിനിയോഗിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ പോലീസ് ഓഫീസർമാരോട് ഞങ്ങൾക്ക് വേണ്ട സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നമുക്കത് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതാണ്ട് 8ഓളം സെനറ്റ് മെമ്പർമാരെ ഇവർ അകത്ത് കടത്തിവിടാതെ ഓരോ സെനറ്റ് മെമ്പർമാരെയും രാഷ്ട്രീയം ചോദിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയം ഏതാണ്, അവരേത് സംഘടനപ്പെട്ടവരാണെന്ന് ചോദിച്ചുകൊണ്ട് അവരെ പറഞ്ഞേക്കുന്ന ഒരു മാടമ്പിത്തരാണ് ഇവിടെ കാണാൻ സാധിക്കുക. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, പുറത്ത് SFIയുടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് സെനറ്റ് ഹാളിൽ VC-യുടെ ഡയസിൽ കയറി UDF പ്രതിനിധികൾ VC-യെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്താണ് ഇതിന് കാരണം? ഈ കാലിക്കറ്റ് സർവകലാശാല ജീവനക്കാർ ഒപ്പം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നല്ലോ. ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? വിശദമായ വിവരങ്ങൾ എന്തൊക്കെ? പ്രവിധ, ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 അംഗങ്ങൾ ഇന്ന് പങ്കെടുക്കുന്ന ആദ്യത്തെ സെനറ്റ് യോഗമായിരുന്നു ഇന്ന്. അതിനകത്ത് 9 പേരും RSSന്റെയും ഒപ്പം തന്നെ സംഘപരിവാറിന്റെ അനുഭവമുള്ളവരാണെന്നും അവരെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നും SFI പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഈ വേളയിലാണ് പിന്നീട് സെനറ്റ് യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. അതിനിടയിലാണ് വൈസ് ചാൻസലർക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത്. വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് UDF അംഗങ്ങളാണ്. ആ വേളയിൽ ഇടത് അനുകൂല സംഘടനകളും ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് വളരെ പെട്ടെന്ന് ആ അജണ്ടയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പാസ്സാക്കിക്കൊണ്ട് ആ സെനറ്റ് പിരിയുന്ന ഒരു ഘട്ടമുണ്ടായി. ഈ ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ അധ്യാപകരും യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ നടത്തുന്നത്. ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധ തലങ്ങളിലുള്ളവർ, വിവിധ മേഖലയിലുള്ളവർ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ എംപ്ലോയീസ് യൂണിയൻ്റെ സെക്രട്ടറി ചേരുന്നുണ്ട്, VS നിഖിൽ. ഏത് വിധത്തിലുള്ള പ്രതിഷേധവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? അല്ല, സമാനതകളില്ലാത്തൊരു സംഭവമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ബോഡിയാണ്. വിവിധ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് സെനറ്റിൽ ഉണ്ടാവുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ, വളരെ ആർക്കും സ്വതന്ത്രമായിട്ട് തൻ്റെ അഭിപ്രായം പറയാനുള്ളൊരു വേദി ആവേണ്ടതാണ്. അത്തരത്തിലുള്ള സംവാദത്തിന് വേദിയാകുന്നതിന് പകരം ചില ആളുകൾ തങ്ങളുടെ കൈക്കരുത്ത് കാണിച്ച് വൈസ് ചാൻസലറെ തങ്ങളുടെ പരിധിയിൽ നിൽക്കും, തങ്ങളുടെ തീരുമാനത്തിന് ഒപ്പം വൈസ് ചാൻസലറെ എത്തിക്കുമെന്നുള്ള രീതിയിലുള്ള കൈക്കരുത്ത് കാണിക്കാനുള്ള ഒരു സഭയായിട്ട് സർവകലാശാലയുടെ പരമോന്നത സഭയായ സെനറ്റ് ഉപയോഗിക്കുകയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായിട്ടും അക്കാഡമിക് രംഗത്ത് അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവണതയല്ല. വൈസ് ചാൻസലർക്കെതിരായിട്ടുള്ള കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനെയാണ് ഇടത് അംഗങ്ങൾ ചേർന്നുകൊണ്ട് തടയിടാൻ ശ്രമിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത 8 അംഗങ്ങൾ ഇപ്പോൾ വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇതുവരെ അവർക്ക് ഈ സെനറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി അവർ VC അറിയിക്കുന്നു. തുടർന്ന് ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം എന്നറിയാനുള്ള നടപടി ഉൾപ്പെടെ ഈ യോഗത്തിന് ശേഷം ഉണ്ടാവും. ഒപ്പം തന്നെ വൈസ് ചാൻസലർ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം വൈസ് ചാൻസലറുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാവും എന്നാണ് കരുതുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുള്ള വിവരങ്ങളാണ് സമീർ C. മുഹമ്മദ് നൽകിയത്.